നമസ്കാരം മക്കളെ, സുഭാഷ് സാറാണ്. പ്ലസ് ടുക്കാർക്ക് വേണ്ടി സേ ഇംപ്രൂവ്മെന്റിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള അടിപൊളി ഒരു ക്വസ്റ്റൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റൻസുകളൊക്കെ എക്സാമിന് വരും. പക്ഷെ ഇത് കാണുമ്പോൾ ചെയ്യാൻ അറിയാൻ വയ്യാത്തവരാണ് ഒട്ടുമിക്ക കുട്ടികളും. പക്ഷെ ഇത് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഓരോരുത്തരും ചെയ്തിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കാം അല്ലേ? നിങ്ങൾ ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റൻസുകൾ കളക്ട് ചെയ്ത് പഠിക്കണം. എക്സാമിന് വേണ്ടി നമ്മളിപ്പോൾ ഇങ്ങനെ കുറച്ച് ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും പോരാ. നമുക്കൊരു റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കിട്ടി അതിൻ്റെ റെഗുലാരിറ്റി കീപ്പ് ചെയ്തെങ്കിലേ എക്സാമിന് എത്തുമ്പോൾ എഴുതാൻ പറ്റുള്ളൂ. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അതേപോലെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തന്നായിരിക്കും നിങ്ങളെ എത്തിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എക്സാമിന് എത്താം, നന്നായിട്ട് എഴുതാം. ക്വസ്റ്റൻ ഏതൊക്കെയാണ് വരുന്നതെന്നുള്ള കൃത്യമായിട്ട് തന്നും എല്ലാ കാര്യങ്ങളും തന്നുകൊണ്ടായിരിക്കും. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നോക്കി ചെക്ക് ദ കണ്ടിന്യൂറ്റി. ഈ ചെക്ക് ദ കണ്ടിന്യൂറ്റി എന്നുള്ളത് മാറിച്ചപ്പോൾ ഷോ ദാറ്റ് എന്ന് ചോദിക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. നെക്സ്റ്റ് ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഇങ്ങനെ മാറി മാറി ഒരു ക്വസ്റ്റനെ ചോദിക്കുക. അപ്പൊ നമ്മൾ ഇത് പഠിച്ചുകൊണ്ട് പോകും. എക്സാമിന് വേറെ രീതിക്കല്ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതാ ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പൊ പറയും ഞാൻ പഠിച്ചതല്ല വന്നതെന്ന് പറയില്ലേ. എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു ക്വസ്റ്റ്യന്റെ സ്റ്റാർട്ടിങ് ചിലപ്പോൾ പല രീതിയിൽ കൂടെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ആ 3 രീതികൾ നമ്മുടെ ഓർമ്മയുണ്ടെങ്കിലേ അത് ഏത് വന്നാലും ഇതാ ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തൊക്കെയാ ചോദിക്കാം? ചെക്ക് ദ കണ്ടിന്യൂറ്റി എന്ന് ചോദിക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് ചോദിക്കാം. നെക്സ്റ്റ് ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് ചോദിക്കാം. ഇതെല്ലാം ഒന്ന് തന്നെ ചെയ്യേണ്ടത്. പക്ഷെ ഇതൊക്കെ ഒന്ന് തന്നെ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാമെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു വേണം പഠിക്കാൻ. ഇനി നമ്മളൊരു ഭാഗ്യപരീക്ഷണം നോക്കല്ല, ഇത്തിരി പഠിച്ചുകൊണ്ട് പോകരുത്. നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് പഠിച്ച് ജയിക്കുക എന്നുള്ള ഒരു ഉറപ്പോടുകൂടി വേണം എക്സാമിനകത്ത്. എന്നെങ്കിലും നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ, കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ചെയ്യുന്നത് നോക്കിയാണ് ഞാൻ ചെയ്യുന്നത്. വൃത്തിയായിട്ട് പതുക്കെ ചെയ്യാൻ പോവാണ്. ഈ 3 എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഈ 3 എണ്ണം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ്. ഇതും എല്ലാം എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് ആണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എക്സിന്റെ വാല്യൂ 2 കുറവാണെങ്കിൽ ഇവൻ, 2 ആണെങ്കിൽ ഇത്, 2 കൂടിയാൽ ഇത്. 3 രീതി കൂടെ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 3 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് വിളിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ലിമിറ്റ് എന്ന് വിളിക്കും. 3-ാം സ്റ്റെപ്പ് ഡയറക്റ്റ് വാല്യൂ എന്ന് വിളിക്കും. ഈ 3-നെയും കണ്ടുപിടിച്ച് നോക്കണം. അത്രേ ഉള്ളൂ. നോക്കാം. അപ്പൊ റെഡി ആണല്ലോ? പഠിക്കാൻ റെഡി ആവണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലെഫ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. നമ്മൾ ആദ്യം ഇത് എഴുതണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ്. ആ പവറിൽ കണ്ടോ മൈനസ് ഇട്ടേക്കുന്നത്? ലെഫ്റ്റ് എന്നറിയാൻ 2വിന്റെ അടുത്ത സൈഡ് 2വിനേക്കാളും കുറവെന്ന -2 നല്ല മീനിങ് കേട്ടോ. 2 മൈനസ് മീൻസ് -2 എന്നല്ല, 2 എക്സിന്റെ വാല്യൂ 2ൽ കുറവെന്നുള്ളതാ. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ്. ഈ എഫ് ഓഫ് എക്സിന് പകരം ഇപ്പൊ നമ്മൾ ഏത് ലിമിറ്റാ? ലെഫ്റ്റ് ലിമിറ്റാ. എക്സിന്റെ വാല്യൂ 2ൽ കുറവെന്നാണ്. ഇവിടെ 2 കുറവ് കാണിക്കുന്നിടം ആദ്യം കണ്ടോ, ലെസ് ദാൻ കണ്ടോ ഇവിടെയാ. അതിന് നേരെയുള്ളത് ആരാ മോനെ? 3x + 1. അപ്പൊ നമുക്ക് ഫംഗ്ഷനെ ചൂസ് ചെയ്യാൻ പഠിച്ചു. 3x + 1. ഇങ്ങനെ ഫംഗ്ഷനെ ചൂസ് ചെയ്ത പിന്നെ നിങ്ങൾ ഈ എക്സ് കാണുന്നോട്ട് ഈ 2നെ അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. എക്സിന്റെ സ്ഥാനത്ത് 2 അങ്ങോട്ട് കൊടുക്കണം. അപ്പം 3x എന്നുള്ളത് 3 × 2 ഉണ്ടല്ലോ. എക്സിന് 2 ആയി കഴിഞ്ഞാൽ 3 × 2 + 1. ആൻസർ 6 + 1 ആൻസർ 7. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷന്റെ ലെഫ്റ്റ് ലിമിറ്റ് കിട്ടി. ലെഫ്റ്റ് ലിമിറ്റ് ഒന്നുകൂടെ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് റൈറ്റ് ലിമിറ്റ് ആകുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സിന് പകരം ഇതിപ്പോ ഏത് ലിമിറ്റാ മോനെ? റൈറ്റ് ലിമിറ്റ്. റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 2ന്റെ അപ്പുറത്തുനിന്ന റൈറ്റ്. 2ന്റെ റൈറ്റിലെല്ലാം 2വിനേക്കാളും കൂടുതൽ, 2ന്റെ ലെഫ്റ്റിലെല്ലാം 2വിനേക്കാളും കുറവല്ലേ. ഇപ്പൊ 2ന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ 2വിനേക്കാളും കൂടുതൽ. അപ്പൊ എക്സിന്റെ വാല്യൂ 2വിനേക്കാളും കൂടുതൽ എന്ന് കാണിക്കുന്നു ഇവിടെ. കണ്ട എക്സ് വലുതാണ് 2നേക്കാൾ, >2. അതിന് നേരെയുള്ള ഫംഗ്ഷൻ 6x - 5 അങ്ങോട്ട് എഴുതി. പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യണം? എക്സ് കാണുന്നത് 2 കൊടുത്തേക്കണം. അത്ര ഇങ്ങനെ ഇടണ്ടോ ഇങ്ങനെ. അപ്പൊ 6x എന്നുള്ളത് 6 × 2. ഓക്കെ, എക്സിന് 2 കൊടുക്കാം. 6 × 2 - 5. What is 6 × 2? 12. 12 - 5. ഇതായിട്ട് 12 - 5 7. ഓ, 2 ഈക്വലായിട്ട് കിട്ടി കേട്ടോ. തീർന്നില്ല. ഇത്ര നമ്മൾ ഒരുവിധമൊക്കെ വണ്ടി കരയ്ക്ക് അടുക്കാറായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡയറക്റ്റ് വാല്യൂ എന്നാണ് വിളിക്കുന്നത്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് അങ്ങ് നേരിട്ട് 2 കൊടുക്കുന്നത്. എക്സ് ഈക്വൽ ടു 2. ഇപ്പൊ നമ്മൾ ഇത് ഉപയോഗിച്ച് ലെഫ്റ്റ് ലിമിറ്റിന് വേണ്ടി, ഇത് ഉപയോഗിച്ച് റൈറ്റ് ലിമിറ്റിന് വേണ്ടി, ഇതാണ് ഡയറക്റ്റിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. എക്സ് ഈക്വൽ ടു നേരെയുള്ള ഫംഗ്ഷൻ 5x - അത് അങ്ങോട്ട് എഴുതണം. എഴുതിയ ശേഷം കൊടുത്താൽ മതി. എന്നിട്ട് ഈ എക്സിന് വരെ 2 കൊടുക്കുമ്പോൾ 5 × 2 - 3 10 - 3 7. ആഹാ, എല്ലാം ഈക്വലായി കഴിഞ്ഞു. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി. ഇത്രേ ഉള്ളായിരുന്നു കേട്ടോ.
ഇതിനെയാ നമ്മൾ പേടിച്ചുകൊണ്ടിരുന്നത്. നമുക്കിതറിയാൻ വയ്യ, ഭയങ്കര പാടാ, ഇതാരും പഠിപ്പിച്ചൊരു പിടി കിട്ടുന്നില്ല, മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ മനസ്സിലാവാനിരുന്നാൽ ആർക്കും പിടികിട്ടുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ല. ഞാൻ ഇത്ര പറയുന്നുള്ളൂ, നിങ്ങളെ കുറ്റം. അതിനൊരു ഭാഗ്യം വയ്ക്കുക, വേണ്ട കാര്യത്ത് പ്രവർത്തിക്കുക, അതൊരു ഭാഗ്യമാണേ. അത് കിട്ടിയില്ലെങ്കിൽ പലതും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതൊക്കെ പലർക്കും പല രീതിയിൽ കൂടെ ഉണ്ട്. എനിക്കാണേലും വേറെ ആൾക്കാണേലും പല രീതിയിൽ കൂടെ പല കാര്യങ്ങളും സമയത്ത് ചെയ്യാത്തതിൻ്റെ നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ രൂപത്തിലാവുന്നതേ ഉള്ളൂ. ഇതങ്ങ് മാറ്റിയെടുത്തേക്കണം കേട്ടോ. ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും സംഭവിക്കാനുള്ള ഇടം വരുത്തരുത്. ഓക്കെ, അപ്പൊ എല്ലാം കിട്ടും. അപ്പൊ നമ്മൾ എന്താ എഴുതുന്നറിയാമോ? ദാറ്റ് ഈസ് ഇവിടെ എഴുതാം LL. ഇങ്ങനെയൊക്കെ എഴുതിയാൽ നല്ലതാണ്. LL ഈക്വൽ ടു R. LL-ഉം R-നും ഈക്വലായി. Therefore limit x tends to f of x equal to എത്ര കിട്ടി? 7 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയതുകൊണ്ട് ലിമിറ്റ് വാല്യൂവും ആ നമ്പർ തന്നെ എഴുതാം. ഇത് തന്നെ ഡയറക്റ്റ് വാല്യൂ 7. Therefore f of x is ആരാണ്? കണ്ടിന്യൂസ്. ഓക്കെ, അറ്റ് x equal to 2. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയാൽ നല്ലത്. എഴുതിയില്ലെങ്കിൽ ഒരു മാർക്ക് തരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻഡ്സ് ടു f of x equal to f of 2. കണ്ടത്? ഈ ലിമിറ്റും ഈ f of 2ന്റെ വാല്യൂ തമ്മിൽ ഈക്വൽ ആയി. കണ്ടോ? എല്ലാ 7 ആണ്. എല്ലാ 7 ആകുമ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി. പക്ഷെ അതൊന്ന് എഴുതി കാണിക്കണം, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. തീർന്നു. ഇത്രയൊക്കെ ഒന്ന് എഴുതിയാൽ ഓക്കെ ആയി. അപ്പോൾ ഈ ക്വസ്റ്റൻ കുഴപ്പമില്ലല്ലേ? ഇങ്ങനെയുള്ള ക്വസ്റ്റൻസുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. കുറെ പഠിച്ചുകൊണ്ട് പോയി നമുക്ക് ജയിക്കാം, രക്ഷപ്പെടാം. കിട്ടല്ലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ എല്ലാവരും മാക്സിമം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്യുക. പിന്നെ ഈ ക്വസ്റ്റൻ നിങ്ങൾക്ക് പറ്റുന്ന അറിയാവുന്ന ഒരാൾ, ഇത് ആവശ്യമുള്ള ഒരാളോട്ട് അല്ലെങ്കിൽ അവിടോട്ടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതേപോലെ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം വരും. പിന്നെ ഞാൻ പറഞ്ഞു ജോയിൻ ചെയ്യാം. ഓക്കെ, ഗുഡ് ബൈ.